Hello, good morning. Good morning. Morning. Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Very, very good morning, all. Good morning, ma'am. Yes, good morning. Yes, so let's start. First of all, welcome all of you to Smart Sri Edu Consultancy, and also welcome to our new class, the beginning of a course. Welcome to Hospital Administration Intro class. Welcome all of you. Thank you. Welcome, ma'am. Okay. Welcome, ma'am. Yes. Okay. So, first of all, let me introduce myself. My name is Nisha. I'm a faculty of Smart Sri Edu Consultancy. So, let's begin. There are some more students to be joined, but our time is 10:30. We have to start at sharp at 10:30, but now it is almost 5 or 6 minutes past. Okay. So let's start. Let them join. Those who are already waiting for joining, let them come. But we have to start. So once again, good morning, all of you, and also welcome. Okay. Yes. Before starting our intro section, let me mute all you because there will be some disturbances in between the classes while the other students are joining. Okay. So with your permission, I am muting all of you, but don't be worried. If you have any doubts regarding our session, it will be cleared after the class. That means before leaving, I will give you 5 or 10 minutes and you can also ask the questions regarding our intro class, or if you have any doubts, moreover, you can clear it in that session. Okay, last 10 minutes I will give you. Our intro class session is for 1 hour. 1 hour intro class. Last 10 minutes will be provided to you to clear your doubts. But I'm sure that you will have no doubts after hearing me for 50 minutes or 45 minutes. Okay, so let me try myself. Okay. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻട്രോ ക്ലാസ് ആണ് നമ്മളുടെ 1 മണിക്കൂറിന്റെ ഇൻട്രോ ക്ലാസ് ആണ് കേട്ടോ.
ആൻഡ് ഇത് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിന്റെ ഇൻട്രോ ക്ലാസ് ആണ്. ഈ ഇൻട്രോ ക്ലാസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. അത് 2 ഭാഗമായിട്ടാണ് കേട്ടോ നടക്കുക. ദാറ്റ് മീൻസ് ഇതിന്റെ ഹാഫ് പാർട്ട് 1 hour വിൽ ബി കണ്ടക്ടഡ് ബൈ മീ. അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വൈ ദിസ് കോഴ്സ്, എന്തിന് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യണം, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, wherever you are going to get job while after completing this course, ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എവിടെയൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, and what is your expected salary in this course, ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാലറി പാക്കേജ് അല്ലെങ്കിൽ സാലറിയുടെ ഒരു ആവറേജ് സാലറി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് ദ റെസ്റ്റ് പാർട്സ്, ഇതിന്റെ ബാക്കി ഭാഗം വീണ്ടും 1 മണിക്കൂർ, ചിലപ്പോൾ അത് 1 മണിക്കൂർ എന്നുള്ളത് 2 മണിക്കൂറായി മാറും. ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് സ്മാർട്ട് സിറ്റി എഡു കൺസൾട്ടൻസി, ജയദേവ് sir. It will be conducted some other day. So before beginning your classes, it will be given. Okay, അപ്പൊ നമ്മളുടെ ഇതിന്റെ ബാക്കി ഭാഗം, ബാക്കി 1 മണിക്കൂറിന്റെ 1 മണിക്കൂർ ഒന്നും ആയിരിക്കില്ല. കാരണം സർ നമ്മുടെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും അല്ലെ, കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷന്റെ സമയത്തോ അതിന് മുമ്പോ ഒക്കെ ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സർ ആയിരിക്കും ഇതിന്റെ ബാക്കി ഭാഗം തരാം. സ്മാർട്ട് സിറ്റിയുടെ ഫൗണ്ടർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ഇൻട്രോവിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ കോഴ്സുമായിട്ട് സ്മാർട്ട് സിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ്, അല്ലെങ്കിൽ എന്താ പറയാ ഇതിന്റെ മറ്റ് ആധികാരികമായിട്ടുള്ള മറ്റു വശങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരിക. ആൻഡ് ഓൾസോ അതൊരു എന്താ പറയാ ഒരു നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ സാറിനോട് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ സാറുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം നമുക്ക് അതിനുള്ള ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു ദിവസം എന്നാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പറയുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷമായിരിക്കുള്ളൂ. ബിക്കോസ് ആ ക്ലാസ് ചിലപ്പോൾ ആ ക്ലാസ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ഫസ്റ്റ് ക്ലാസ്സിനായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പറയുന്ന ഒരു ഡേറ്റിലായിരിക്കാം. whatever it may be, അത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ എന്തായാലും ഗൂഗിൾ ക്ലാസ് റൂം വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ശടപടയെന്നൊന്നും വന്ന ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരില്ല. കാരണം എല്ലാ കുട്ടികൾക്കും പല കാര്യങ്ങളെ കുറിച്ചിട്ടും ചിലപ്പോൾ സാറിനോട് ചോദിക്കാനായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇൻട്രോന്റെ ബാക്കി ഭാഗം കണ്ടക്ട് ചെയ്യപ്പെടുക. ഓക്കെ, സോ നമ്മളിവിടെ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, എന്താണ് ഈ കോഴ്സ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ആളുകളൊക്കെ ഈ ഒരു കോഴ്സിലേക്ക് ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ചില ഈ കോഴ്സ് സംബന്ധിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ മൈ ക്ലാസ്, ഞാൻ എന്റെ ക്ലാസ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പല ഡൗട്ട്സും ഉണ്ടായിരിക്കാം. എന്താണ് പല കാര്യങ്ങളെ കുറിച്ചിട്ടും. അപ്പൊ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ എന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും വേണ്ടി വരാറില്ല. ഞാനെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കാറുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ആ സംശയം ചോദിക്കാം. നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ബിക്കോസ് ഇപ്പൊ കുട്ടികള് ചിലപ്പോ 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ലേറ്റ് ആയി ജോയിൻ ചെയ്യും ക്ലാസ്സിലാണെങ്കിലും ഇൻട്രോയിലും അതെ. ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന ആ സ്ട്രെങ്ത് എല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കയറുന്ന സമയത്ത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ചിലപ്പോൾ അവർക്ക് മ്യൂട്ടൊക്കെ ഓഫ് ചെയ്യണം എന്നുള്ളതൊക്കെ, മ്യൂട്ട് ആക്കി വെക്കണം എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാകുക. അപ്പൊ അത് മ്യൂട്ട് ആക്കി എടുക്കുമ്പോഴേക്കും ഇൻ ബിറ്റ്വീനിൽ ഇവര് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് വരും. ഈ സൗണ്ട് ഓൺ ആക്കിയിട്ട് കിടക്കായിരിക്കും. ജോയിൻ ചെയ്ത് ക്യാമറ ഓഫ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും it will take some seconds. തീർച്ചയായിട്ടും 30 സെക്കൻഡ് എടുക്കുമല്ലോ. ആ സെക്കൻഡിൽ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എക്കോ പോലെ വരും. കാരണം അവിടെ മ്യൂട്ട് ചെയ്യാത്ത വല്ല ആളുകളും കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണ്. ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ്സുകൾ ഇവർ നമ്മൾ എടുക്കുക. ആൻഡ് ഇതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ ലാസ്റ്റ് 5 or 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ടീച്ചേഴ്സ് എന്താണോ എടുത്തത് ആ ഭാഗത്തെ കുറിച്ച് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സോട് നമ്മൾ അറിയിച്ചിരുന്നത് ലാസ്റ്റ് 5-10 മിനിറ്റ് അവർക്കത് ഒന്നുകൂടി ആ ഭാഗം ചിലപ്പോൾ എല്ലാവരെയും പോലെ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ആ ലാസ്റ്റ് 5 or 10 മിനിറ്റ്സ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളും നിങ്ങളുടെ സംശയങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ആ ലാസ്റ്റ് 5-10 മിനിറ്റ് മാം ഒരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെന്ന് ഒന്ന് ചോദിക്കാം. ഏത് അവരുടെ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്, മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല, മറ്റ് പല കാര്യങ്ങളെ കുറിച്ചോ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചോ അല്ല അവിടെ ഡിസ്കസ് ചെയ്യാൻ 5-10 മിനിറ്റ് ഞാൻ ഉപയോഗിക്കാൻ പറയുന്നത്. ഓൺലി ദ ടോപ്പിക് വിച്ച് ഈസ് ടേക്കൺ ബൈ ദ ടീച്ചർ. ടീച്ചർ എടുക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്റെ മുഖം നിങ്ങൾ കാണും. അപ്പൊ ഞാൻ വരുമ്പോ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ,
അപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകളുടെ ടൈം നമ്മൾ വെറുതെ എന്താ പറയാ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യാതെ എന്താ പറയാ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാനിത് ഈ ക്ലാസ് തുടങ്ങുന്ന രീതിയും അതിന്റെ ക്ലാസ് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്ന രീതിയും എന്താണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് മാത്രം. ഓക്കെ, ആൻഡ് many of you have some doubts regarding SmartSri and also the course അല്ലെ. നമ്മുടെ SmartSriനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കാം. Some of you have cleared it through some other medias അല്ലെ. നമ്മൾ ഈ പല സംശയങ്ങളും നമുക്കുണ്ട്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഫീസ് റേറ്റ് അല്ലെ. ഇത്രയും ഫീസ് കുറവില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തുകൊണ്ട് SmartSri പ്രൊവൈഡ് ചെയ്യുന്നു? What is the reason behind it? ഇനി വല്ല കള്ളത്തരമാണോ പറ്റിക്കലാണോ എന്ന് ആരെങ്കിലും ആലോചിച്ചിരുന്നോ? ടീച്ചറെ ഞങ്ങൾ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? വിചാരിച്ചിരുന്നോ? ഓപ്പൺ ആയിട്ട് പറഞ്ഞു, സത്യസന്ധമായിട്ട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. നമ്മളാണെങ്കിലും വിചാരിക്കും, ഞാനാണെങ്കിലും വിചാരിക്കും, നമ്മളൊരു കടയിൽ നിന്ന് എന്താ പറയാ ചില സാധനങ്ങളുടെ റേറ്റ് ഒക്കെ നമുക്കറിയാം, ഇത്രയും രൂപയ്ക്ക് വാങ്ങിക്കുന്നു. മറ്റേതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ വില കുറഞ്ഞു കിട്ടുമ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു ഡൗട്ട് എന്നാണ്, ഇനി എങ്ങാനും ക്വാളിറ്റി തട്ടിപ്പാണോ, ഇത് ക്വാളിറ്റി കുറഞ്ഞതായിരിക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം. തീർച്ചയായിട്ടും മനുഷ്യന്മാരായിട്ട് ജനിച്ചവരെല്ലാവരും ആ ഒരു ഡൗട്ട് പ്രകടിപ്പിക്കും. ഉണ്ടോ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കണ്ടോ, ഒരാളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഞാനൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുക. കാരണം വെച്ചാൽ അങ്ങനെ നമ്മളുടെ മൈൻഡൊക്കെ അങ്ങനെയാണ്. മനുഷ്യനായി ജനിച്ചവന്റെ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്നവന്റെ മൈൻഡ് അങ്ങനെയാണ്. കാരണം അവൻ എപ്പോഴും പോസിറ്റീവ് സൈഡ്സും അതിന്റെ നെഗറ്റീവ് സൈഡ്സും ആലോചിക്കും. തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ആ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്താണ് ഇവർ പറയുന്നത്, ഇത്രയും 40,000, 50,000, 60,000 മറ്റ് എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ SmartSri ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്നു? അപ്പൊ ചിലപ്പോ ക്ലാസ് ഒക്കെ പൊട്ടയായിരിക്കും, ഇത് രസം ഉണ്ടാവില്ല, എങ്ങനെയൊക്കെയാണെന്നാവോ, നമുക്ക് മനസ്സിലാവോ, വെറുതെ എന്തായാലും കുഴപ്പമില്ല. ഇതിപ്പോ ഇത്രയും പ്രാവശ്യത്തെ പല സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ആളുകളെ ചിലപ്പോ ഷെയർ ചെയ്ത് തന്നതാകാം. നിങ്ങളുടെ എന്താ പറയാ നാട്ടിലുള്ള കുടുംബശ്രീ എന്താ പറയാ യൂണിറ്റ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് വന്ന ഒരു മെസ്സേജ് ആയിരിക്കാം. അല്ലാതെ നമ്മൾ വേറെ പ്ലാറ്റ്ഫോംസിലൊന്നും നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ അത്തരം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഇൻഫോർമേഷൻസ് അനുസരിച്ച് എന്തെങ്കിലും ആവട്ടെ ചെയ്തേക്കാം, പോയാൽ 1000 പോകുള്ളൂ എന്ന് വിചാരിച്ച് കണ്ണടച്ചങ്ങോട്ട് കൂട്ടി ചിലപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി സമ്മതിച്ചതായിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ യു ആർ വെയിറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ക്ലാസ്, ദാറ്റ് മീൻസ് ദ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അപ്പൊ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മളുടെ ഇൻട്രോ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കാം. നോക്കട്ടെ അവിടെ എന്താ സംഭവിക്കാന്ന്. ഓക്കെ, സോ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടും ആ പ്രതീക്ഷകളെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിന് യോജിക്കുന്ന രീതിയിൽ നല്ലൊരു ക്ലാസ്സുകൾ എടുത്തു തരാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആദ്യത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വൈ ഇറ്റ് ബിക്കം സച്ച് എ പോപ്പുലർ പ്രൊഫഷണൽ കോഴ്സ്, എന്തുകൊണ്ട് ഇത്രയും ഡിമാൻഡബിൾ ആയിട്ടുള്ള ഇത്രയും എന്താ പറയാ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് ഇന്ന് എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാറി എന്ന് നമുക്ക് ചിന്തിക്കാം ആദ്യം തന്നെ. See, it is the main reason behind it. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയാ, നമുക്കറിയാം ഡ്യൂറിങ് ആഫ്റ്റർ ദ 2021 അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ ദാറ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്താ പറയാ കുറച്ച് അധികം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് പോപ്പുലേഷൻ. ദീസ് ആർ ദ 2 മെയിൻ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ പറയുകയാണെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഇത്തരം കോഴ്സുകൾ, ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾ എന്താ പറയാ എത്രയും അങ്ങോട്ട് ഡെവലപ്പ് ആകാൻ തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായോ? ആർക്കറിയാം, ഉണ്ടായോ എന്ന് നമുക്ക് തന്നെ സംശയമാണ്. കാരണം അന്ന് ഇത്രയധികം ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഹോസ്പിറ്റൽസിലില്ല. Now we can see in a hospital multi storied ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ we can see a large number of departments functioning there. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ ഓരോ എന്താ പറയാ ഓരോ വർഷം ചെല്ലുന്നവർ ഓരോ ഹോസ്പിറ്റലിൽ പുതിയത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നേ അല്ലെ. പണ്ടൊക്കെ ഒരു ആശുപത്രി ഒരു ചെറിയ മൂലൊക്കെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ എല്ലാ പ്രദേശത്തിന്റെ അവിടെ ഉണ്ടാവും. വല്ല പനിയോ ചുമയോ തലവേദനയോ അല്ലെങ്കിൽ മെരുവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല ഒടിവോ ചെറുതോ ഒക്കെ വന്നാൽ അവിടെ പോകും, ശുശ്രൂഷിക്കും പോരും. പക്ഷെ ഇന്ന് പേര് തന്നെ എന്തൊക്കെയോ രോഗങ്ങളുടെ പേര് കേൾക്കണേ. ഇന്ന് കേൾക്കുന്ന പേരല്ല നാളെ വേറെ. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എന്ന് തന്നെ നമുക്ക് തന്നെ സംശയം വരും. സോ this led the doctors or the group
or researchers made them to investigate more about diseases. കൂടുതൽ രോഗങ്ങളെ കുറിച്ച് പരീക്ഷണങ്ങൾ നടത്താനും ഗവേഷണങ്ങൾ നടത്താനും ഇന്ന് ഡോക്ടേഴ്സ് മാത്രമല്ല ഒരുപാട് ഗവേഷകർക്ക് ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ പിന്നാലെ they are forced to. അവരതിന് നിർബന്ധിതരാണ്. എന്തൊക്കെ ഇനി ആ രോഗം വന്നു, രോഗം പുതിയതായി വരുമ്പോ ആ പുതിയ രോഗത്തിന് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളുടെ കൺട്രോളിൽ പോവുകയാണ്. തീർച്ചയായിട്ടും എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു പോകുന്നു? സി ടു സ്കെഡ്യൂൾ, കോർഡിനേറ്റ്, ഡയറക്റ്റ് എവറി ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഇത് ആണ് നമ്മുടെ കൺട്രോളിൽ പോണേ. കാരണം ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. വർദ്ധിച്ചു വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം പല രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്ര ഭാഗങ്ങൾ, എത്ര അവയവങ്ങൾ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഉണ്ടോ, അകത്തും പുറത്തായിട്ട് ഇഷ്ടംപോലെ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർഗൻസ് ഒക്കെ. ഈ അവയവങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ ബന്ധപ്പെട്ട രോഗങ്ങളും ഉണ്ട്. എന്ത് ഇന്റേണൽ ഓർഗൻസും ചെറുതും വലുതുമായിട്ടുണ്ടോ അതൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഓരോ ഇന്റേണൽ ഓർഗൻസിനെ സ്പെഷ്യലൈസ് ചെയ്ത് ഇന്ന് ഓരോ വിഭാഗം ഡോക്ടേഴ്സും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മേഖല, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഒരു സെക്ടർ അല്ലെങ്കിൽ അത്തരം ഒരു ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പണ്ടത്തെ രീതി അവലംബിച്ചാൽ പോരാ എന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റൽസ് തന്നെ മനസ്സിലാക്കി. സോ ഇറ്റ് ലെഡ് ടു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റൽസിനെ കോമൺ ആയിട്ട് മൊത്തത്തില് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും ആക്ടിവിറ്റീസ്, ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ബീങ് പെർഫോംഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡേ ബൈ ഡേ. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഡെയിലി റൂട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രം ദ പോയിന്റ് ഓഫ് രജിസ്ട്രേഷൻ, നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാവാൻ വഴിയില്ല അല്ലെ? ഹോസ്പിറ്റലിന്റെ വാതിക്കെ രജിസ്ട്രേഷൻ ചീത്ത എഴുതാനിരിക്കുന്ന സ്ഥലത്ത് അത്രേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ മുതല് അകത്തോട്ട് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോഴൊക്കെ നമുക്കൊരു ഇച്ചിരി പേടി തോന്നും അല്ലെ? പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ സന്ദർശിക്കും. ഓപ്പറേഷൻ തിയേറ്റർ, ICU കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയാ. പക്ഷെ ഇന്നൊക്കെ ആളുകളുടെ പേടികളൊക്കെ കുറെ കുറഞ്ഞു തുടങ്ങി. കാരണം ഇന്ന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ അപ്പൊ തന്നെ നമ്മളെ ഇന്ന ചെക്കപ്പ്, ആ ചെക്കപ്പ്, മൊത്തം ചെക്കപ്പ്, MRI, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇപ്പൊ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ കുറച്ചൊക്കെ ഫെമിലിയർ ആയി തുടങ്ങിയ ആളുകൾക്ക്. അപ്പൊ ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും അതാത് ഡിപ്പാർട്ട്മെന്റുകളെ കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാനൊക്കെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളുണ്ട്. HOD, വി കോൾ ദം HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ? ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, there will be a head for that particular department and he or she may be known as HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ കാർഡിയോളജിയിലോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, ഗൈനക്കോളജി, അതുപോലെ തന്നെ യൂറോളജി, എല്ലാ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും HODs ഉണ്ട്. ദേ കൻ കൺട്രോൾ ഓൺലി ദെയർ ഓൺ ഡിപ്പാർട്ട്മെന്റ്സ്. അവരുടെ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രം അവർക്ക് മാനേജ് ചെയ്യാം. അവിടുത്തെ ഫംഗ്ഷൻസ് ഒക്കെ എന്താണോ അതൊക്കെ അവർക്ക് നോക്കി മനസ്സിലാക്കി അതിനെയൊക്കെ സ്കെഡ്യൂൾ ചെയ്യാം, മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ആസ് എ ഹോൾ ദ ഹോസ്പിറ്റൽ ഹാവ് ടു ബി മാനേജ്ഡ് ബൈ സം പ്രൊഫഷണൽസ്. പക്ഷെ ഈ ഹോസ്പിറ്റൽസിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ ചില യോഗ്യരായ, ചില പഠിച്ച അല്ലെ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ഈ തിയറട്ടിക്കലായിട്ട് അത് പ്രാക്ടിക്കലായിട്ട്, തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കൽ ആക്കുന്നത്. തിയറട്ടിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ ആക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്താണോ നമ്മൾ തിയറട്ടിക്കലായിട്ട് പഠിക്കുന്നത് അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട്, പണ്ട് ചിലപ്പോ ഹോസ്പിറ്റൽസിനൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കും, 1-2 പേരൊക്കെ. പക്ഷെ അവരൊന്നും പുസ്തകങ്ങളിൽ നിന്ന് എന്താണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടല്ല. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ നീ നോക്കിക്കോളോട്ടാ, നീ നോക്കണോട്ടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെറുതെ അസൈൻ ചെയ്ത് ജോലികൾ കൊടുത്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? വളരെ പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ ഹോസ്പിറ്റൽസിന്റെ മൊത്തം ആക്ടിവിറ്റീസ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റിനെ മനസ്സിലാക്കാനും അവിടുത്തെ ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, അവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി മാനേജ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ, സ്കെഡ്യൂൾ ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ആളുകളുടെ ആവശ്യം വന്നു. അങ്ങനെ ഈ പറയുന്ന ഇൻക്രീസ്ഡ് population, increased types and varieties or number of diseases led to the introduction or innovation of such a professional course which is called hospital administration. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. കാരണം ഇത് നല്ല വിദഗ്ധരായ ആളുകളിലൂടെ മാനേജ് ചെയ്യപ്പെടണം. ഏത് ഹോസ്പിറ്റൽസ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് വേണമെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു കോഴ്സുകളൊക്കെ രൂപീകൃതമായിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത്.
അപ്പോ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മറ്റേത് ബിസിനസ്സുകൾ തകർന്നാലും ഹോസ്പിറ്റൽ പോലെയുള്ള ബിസിനസ്സിന് ഡിക്ലൈൻ, അത് തീർച്ചയായിട്ടും അതിങ്ങനെ താഴോട്ട് പോകില്ല, അതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് നമ്മൾ ഇതിനൊക്കെ വഴി തെളിക്കുന്ന ആരാ? അതിലേക്ക് പോകണ്ടേ നമ്മള്? ആരാണ് ഇതിന് കാരണക്കാര്? ഈ പറയുന്ന രോഗങ്ങൾ, ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രോഗങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നതിന് തീർച്ചയായും കാരണക്കാരാരാണ്? ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളല്ല എന്നാണ് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാവുന്ന കാര്യം, ഞങ്ങൾ വായടപ്പിച്ചിടിച്ചിട്ട് ടീച്ചർ ഞങ്ങളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പറയുന്നല്ലേ? എന്തായിരിക്കും അവിടെ ഒരു ടൈപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ റിയാക്ഷൻസ് തമ്പായിട്ടോ സ്മൈലി ആയിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ റിയാക്ട് ചെയ്തോ, അതൊന്നും ഞാൻ തടസ്സം നിൽക്കുന്നില്ല. പറയാൻ എന്തെങ്കിലും ചോദിക്കുക, വേറെ എക്സ്ട്രാ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് 5-10 മിനിറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മള് ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കൈകൾ ആരുടേതാ? ഈ പറയുന്ന രോഗങ്ങൾ പെരുകാനും അല്ലെങ്കിൽ പല തരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ വരാനും ഒക്കെ കാരണക്കാരും നമ്മൾ തന്നെയാണ്, വേറെ ആരും തന്നെയൊന്നുമല്ല. അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ തന്നെ. യെസ് അഞ്ജു, അതന്നെ നമ്മൾ തന്നെ. ഓക്കെ, എന്താണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇറ്റ് ഹാസ് മച്ച് ചേഞ്ച്ഡ്. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. ഈവൻ മീ, നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മളുടെ എന്താ പറയാ, കുഴി തോണ്ടുന്നത് നമ്മൾ തന്നെയെന്ന് നമ്മൾ വെറുതെ പറയാറില്ലേ? വെറുതെ ഒന്നും അല്ലെങ്കിൽ കറക്റ്റാണ്. കാരണം ഇന്ന് ആളുകളെല്ലാം വളരെ ബിസിയാണ്. They have no time to look after their own health. അവരുടെ തന്നെ സ്വന്തം ഹെൽത്തിനെ, ആരോഗ്യത്തെ കെയർ ചെയ്യാനോ സംരക്ഷിക്കാനോ അതിന് ഒരു വില കൊടുക്കാനോ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, വി ഹാവ് ടു റെസ്പെക്ട് അവർസെൽസ്. നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് പോലെ തന്നെ നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നമ്മൾ കെയർ കൊടുക്കണം. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് we have to be positive always, അല്ലെ? നെഗറ്റീവ് ഒക്കെ മാറ്റി പോസിറ്റീവ് ആയിരിക്കുക. whatever it may be. നമുക്ക് ലൈഫിൽ ഒത്തിരി പല കാര്യങ്ങളും നമ്മളിലേക്ക് വരും. പക്ഷെ ഇതിനെയൊക്കെ നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. ഓരോരുത്തരും നമുക്ക് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അതൊന്നും സാരമില്ല. നമ്മൾ നോക്കണം, അവരവരുടേത്, ഞാൻ എന്റേത്, എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അപ്പൊ നമ്മൾ പക്ഷെ ഇതൊന്നും കെയർ ചെയ്യാറില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ, നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുക, മറ്റുള്ളവരെ നമ്മൾ ഹെൽത്തി ആക്കുക, അവര് ഓക്കെയാണോ നോക്കുക, അവരെ ഹാപ്പി ആക്കുക, അല്ലെ? ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഹാപ്പിനെസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷെ അത് പോരാ, നമ്മൾ നമ്മളുടേതും ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ നമ്മളുടെ ഈ പറയുന്ന ശ്രദ്ധയില്ലായ്മ ഓരോരുത്തരുടെയും, അല്ലെ? നമ്മളിപ്പോ വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ ഇതാക്കാനോ, ഫുഡ് കഴിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ റെഗുലർ ആയിട്ട് സമയത്തിന് കഴിക്കുക. ഇപ്പോഴെങ്കിലും ഉച്ചക്കത്തെ ഭക്ഷണം 4 മണിക്ക് കഴിക്കുന്ന ആളുകളുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. തീർച്ചയായിട്ടും ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഒരുപാട് നേരം നമ്മൾ വയറ് കാലിയാക്കി ഇടുക, പ്രോപ്പറായിട്ട് എന്താ പറയാ, നമുക്കൊക്കെ പല കാര്യങ്ങൾക്ക് തടസ്സം വരുന്നത് വെള്ളം മര്യാദയ്ക്ക് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജങ്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുക പല കാര്യങ്ങൾക്കും. ഇന്ന് പോരാൻ നേരത്ത് ഇറങ്ങിയപ്പോ ഇത്തിരി ലേറ്റ് ആയിരുന്നു, അപ്പൊ ഫുഡ് ഒന്നും എടുത്തില്ല. അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് അടുത്ത് തൊട്ടപ്പുറത്ത് നമ്മുടെ കടയുണ്ട്, അതുകൊണ്ട് ഉച്ചയ്ക്ക് വേഗം പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച്, എന്തെങ്കിലും തൽക്കാലത്തേക്ക് ഒന്നും ഇച്ചിരി വിശപ്പടങ്ങിയാൽ പോരെ. അപ്പൊ ചിലപ്പോ എന്താ പറയാ, വെള്ളമോ ജ്യൂസോ അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് അങ്ങനെ വിശപ്പ് മാറ്റുന്നു. അതൊന്നും അല്ല ശരിയായ രീതി, അല്ലെ? പ്രോപ്പറായിട്ട് ഉറപ്പില്ല. സോ ഈ പറയുന്ന നമ്മളുടെ കെയർലെസ് ആയിട്ടുള്ള രീതികൾ തന്നെയാണ് ഈ പറയുന്ന ഡിസീസസ് ഇങ്ങനെ കൂടുതലായിട്ട് വരാനും കാരണമാക്കിയത്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഈ ഒരു കോഴ്സിന് ഇത്രയധികം പ്രാധാന്യം നൽകിയത്, ഇത്രയധികം ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് മാറിയത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് നീഡ്സ്, ഹോസ്പിറ്റൽസ് നീഡ്സ് സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ പ്രൊഫഷണൽസ് വിച്ച് കൺട്രോൾ, കോർഡിനേറ്റ്, ഷെഡ്യൂൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് സംരംഭത്തെ, ഇന്ന് ബിസിനസ് സംരംഭമൊക്കെ ആയിട്ട് മാറി ഹോസ്പിറ്റൽസ്. പണ്ട് പബ്ലിക്കിന്റെ എന്തായിരുന്നു, വെൽഫെയർ, സമൂഹത്തിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എന്താ പറയാ ക്ഷേമം, അതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. കാരണം ഇതൊരു സേവനമായിട്ടാണ്, ആതുര ശുശ്രൂഷ, അല്ലെ? അതല്ലേ ഹോസ്പിറ്റൽസിന്റെ മലയാള വാർത്തകൾ തോന്നുന്നത്. അപ്പൊ ഓക്കെ, ആതുര ശുശ്രൂഷ അതായിരുന്നു അതിന്റെ പേര്.
പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ശുശ്രൂഷ എന്ന് പറയുന്ന ഇതൊക്കെ അതിനേക്കാൾ ഉപരി അവരും ആഗ്രഹിക്കുന്നത് ഓരോ ഹോസ്പിറ്റൽസും ദേ ഹാവ് ടു ബി ഡിഫറെന്റ് ഫ്രം അതർ ഹോസ്പിറ്റൽസ്. ആൻഡ് ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡാണ് അല്ലെ, ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം ചെല്ലുന്നവരും ഒരുപാട് പുതിയ ഇന്നോവേഷൻസ്, പുതിയ മെഷീനറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ടൈപ്പ് ഓഫ് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർവീസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്ത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്താ പറയാ ഒരുപാട് ക്വാളിറ്റി സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ആ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും they can attract more patients to them അല്ലെ. തീർച്ചയായിട്ടും ഒരുപാട് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യും. നമ്മുടെ അടുത്ത് നമുക്ക് വീട്ടില് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഭയങ്കര വയ്യായിക വന്നു, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണ്, നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടു ചെല്ലുന്നു. സോ അവർ പറയുന്നു there is no facility for it here. ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. യു മേ ടേക്ക് ദം ടു അതർ ഹോസ്പിറ്റൽസ്. അവർ തന്നെ സജസ്റ്റ് ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും, എറണാകുളത്ത് കൊണ്ടുപോകും, നമ്മുടെ ഏറ്റവും അടുത്ത്. അതുപോലെ എന്തെങ്കിലും ഇത്തരം സീരിയസ് കാര്യങ്ങൾ വന്നാൽ നമ്മൾ കൊണ്ടുപോകുന്നത് എറണാകുളത്താണ്. അതുകൊണ്ട് ഞാൻ എറണാകുളം പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും എവിടേക്ക് ഇരിക്കുന്നു, എവിടേക്ക് ഉള്ളവരാണെന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് വഴിയെ ക്ലാസ്സുകളിൽ അറിയാം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ അവിടേക്കൊന്നും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ എന്റെ ഈ എന്താ പറയാ ഇത് നിൽക്കില്ല, തീരില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റൽസിൽ ഇത്തരം പ്രൊഫഷണൽസ് വളരെയധികം ആവശ്യമായി വന്നു. അതൊരു നെസസിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി, when after completing this course, your duty and your responsibility is to coordinate each and every activities to manage the hospital as a whole. ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുക, മാനേജ് ചെയ്യുക എന്നുള്ള ചെറിയ ഡ്യൂട്ടി അല്ല, വലിയ ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ കാർഡിയോളജിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് മാത്രം അങ്ങോട്ട് മാനേജ് ചെയ്താൽ മതി. അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം. നിങ്ങൾ കോളേജസിലൊക്കെ പഠിച്ചിരിക്കുന്നവരാണ്, അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മാത്സ് ഡിപ്പാർട്ട്മെന്റ്, മാത്സിന്റെ ചൂടി അല്ലെ, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ മറ്റേ ബിസിനസ് കൊമേഴ്സ് ഒക്കെ എടുക്കാം, അക്കൗണ്ടിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അവിടുത്തെ ചൂടി, അക്കൗണ്ടിങ്ങിന്റെ ചൂടി. ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ബിസിനസ് മാനേജ്മെന്റ് എടുക്കുന്ന അതിന്റെ ചൂടി. അവർക്ക് അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്താൽ മതി. അതുപോലെ ഹോസ്പിറ്റൽസിലും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡികൾക്ക് അവരുടെ മാത്രം ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം അവരുടെ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതിന്റെ മാനേജറും. ഓക്കെ, അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ ഡിപ്പാർട്ട്മെന്റിനെയും at the same time അതേ സമയം തന്നെ മറ്റ് all departments of the hospitals-നെയും മാനേജ് ചെയ്യണം. whatever department it has. ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഫ്രണ്ട് ഓഫീസ് തുടങ്ങി, ഫ്രണ്ട് ഓഫീസ് ഉണ്ട്, എന്താ പറയാ ഫാർമസി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ICU ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യും. ഇവിടെയൊക്കെ നമ്മളുടെയൊക്കെ ഒരു എന്താ പറയാ ഒരു ഹാൻഡ്, ഒരു എന്താ പറയാ ശ്രദ്ധ അല്ലെ, ഒരു കെയർ എല്ലായിടത്തും. കാരണം they have to ensure the patients are getting quality services. കാരണം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ, ഹോസ്പിറ്റൽസിൽ വരുന്ന കസ്റ്റമേഴ്സ്, ഹോസ്പിറ്റലിന്റെ കസ്റ്റമേഴ്സ് ആരാ? ഒരു തുണിക്കടയിൽ വരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവിടെ തുണി വാങ്ങിക്കാൻ വരുന്ന ആളുകള്, ചെരുപ്പ് കടയിൽ വരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവിടെ ചെരുപ്പ് വാങ്ങിക്കാൻ വരുന്ന ആളുകള് അല്ലെ. പക്ഷെ ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് ആണ്. ഒബ്വിയസ്ലി നമുക്കറിയാം. അപ്പൊ പേഷ്യൻസിന് വെദർ ദേ ആർ ഗെറ്റിംഗ് ക്വാളിറ്റി സർവീസസ്, അവര് അവിടെ ഹോസ്പിറ്റൽസിൽ വരുന്ന രോഗവുമായിട്ട് വരുന്ന രോഗികളും അവരുടെ ഒപ്പം വരുന്ന ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ അവരെ കൊണ്ടുവരുന്നവര്, വരുന്നവര് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ, നല്ല എന്താ പറയാ ഒരു സർവീസ് കിട്ടി ആ സംതൃപ്തിയോടെയാണോ അവർ പോകുന്നത്? അഡ്മിറ്റഡ് ആയി അഡ്മിഷന്റെ സമയത്തും മറ്റേതെങ്കിലും നഴ്സസിന്റെ ഇടപഴകലുകളും വേണ്ട അവരുടെ ഇന്റർഫിയറൻസും മാറ്റിയിട്ടോ എനിക്ക് പറ്റില്ല. അപ്പൊ സ്റ്റാഫിന്റെ ഇന്റർഫിയറൻസും എല്ലാം പ്രോപ്പർ ആണോ എന്ന് എന്താ പറയാ എൻഷുർ ചെയ്യുക, അത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു കുഞ്ഞു ഡ്യൂട്ടി അല്ല, നമ്മളുടെ കണ്ണ് എല്ലായിടത്തും വേണം. അപ്പൊ ചെറിയ ഡ്യൂട്ടി അല്ല, വലിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യു ഹാവ് ടു ബിക്കം സം എക്സ്പെർട്ട് പ്രൊഫഷണൽസ് ടു കൺട്രോൾ, മാനേജ് ആൻഡ് ഓൾസോ കോർഡിനേറ്റ് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഈ ഒരു കോഴ്സ് കഴിയുന്നതോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഇൻ സിലബസിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ട് അങ്ങോട്ട് പോണേട്ടാ, ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റേഴ്സിലൊക്കെ. അപ്പൊ ഏകദേശം എല്ലാ കാര്യങ്ങളും മുക്കും മൂലമൊക്കെ നമ്മൾ കണ്ടിട്ടാണ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾ ജോലിക്കായിട്ട് പോകുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് തിയററ്റിക്കലി. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിച്ചത് പരീക്ഷകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അതൊരിക്കലും അങ്ങനെ ആവരുത്. ഇതൊന്നും അല്ലല്ലോ അവിടെ ക്ലാസ്സിൽ പഠിപ്പിച്ചേ, ഇതൊക്കെ എന്താ പരീക്ഷയ്ക്ക് മാത്രമല്ല നമ്മൾ പഠിക്കണ്ടേ. അവിടെ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്ന് മനസ്സിലാക്കി തരുമ്പോൾ അത് മനസ്സിലാക്കാനും പിന്നീട് 1-2 പ്രാവശ്യം വായിച്ച് സ്വയം മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. ആഫ്റ്റർ ഓൾ യു ഹാവ് ടു ഗിവ് ദ എക്സാം ആൻഡ് ഓൾസോ യു ഹാവ് ടു അപ്ലൈ ദീസ് പ്രാക്ടിക്കലി വെൻ യു ആർ ഗെറ്റിംഗ് ദ ജോബ്. യു ഹാവ് ടു പെർഫോം ഇറ്റ് വെൽ. അല്ലെ, നമുക്ക് ആ ജോലി കൂടി കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനും പറ്റണം. അപ്പൊ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഓക്കെ, എക്സാമിന് വേണ്ടിയും ഒരുങ്ങണം, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ പഠിച്ച തിയററ്റിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ശ്രമിക്കണം. And you know that it is a course which has the duration of 6 months. And you know its qualification is +2, any +2 level. അതാണ് ഇത് മറ്റൊരു പ്രത്യേകത. കൂടുതൽ ആളുകൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ അട്രാക്റ്റഡ് ആകാനുള്ള മറ്റൊരു കാരണം അതാണ്. ഓക്കെ, ഇതൊരു ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് ആണ്. കാരണം ഇന്ന് ആളുകൾക്ക് വലിയ താല്പര്യമില്ല. എന്താ വെച്ചാൽ ഇതുപോലെയുള്ള വലിയ ഒരു 4 വർഷമൊക്കെ ഡിഗ്രി പഠിക്കണം. +2 കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ മടുത്ത് 4 വർഷത്തേക്ക് ആക്കി ഡിഗ്രി അല്ലെ. അപ്പൊ 1 വർഷം നമുക്ക് എന്താ പറയാ ബോണസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് PG-യിലേക്ക് പോകുമ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് whatever it may be പ്രാക്ടിക്കലായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഓക്കെ, എന്താണോ ആവട്ടെ. പക്ഷെ ഈ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം ഈ പറയുന്ന പോലെ പഠിക്കാൻ വിടുന്നു. ഈ 3 വർഷത്തിൽ 18 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ പേപ്പർ മുഴുവൻ ക്ലിയർ ചെയ്തെടുക്കണം. അത്രയ്ക്ക് ബ്രില്യന്റ് ആവണമെന്നില്ല. എല്ലാവരുടെയും എന്താ പറയാ കേപ്പബിലിറ്റി കാലിബർ ഒക്കെ ഒരുപോലെ ആയിരുന്നെങ്കിൽ ഈ ഇവിടെ എന്താ പറയാ നമ്മുടെ നാട്ടില് ആർക്കും ജോലി കിട്ടൂലായിരുന്നു. ഇതിപ്പോ ആർക്കും ക്വാളിഫിക്കേഷൻ അനുസരിച്ചെങ്കിലും ഒക്കെ ജോലി കുറച്ചു പേർക്കെങ്കിലും കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്രയും ലോങ് പീരീഡിലേക്കൊന്നും ആൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഇച്ചിരി കാശ് തന്നെ വേണം. അപ്പൊ എന്താ പറയാ +2 ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ജോലിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെ എന്റെ ചെറുക്കനെയും കൊണ്ടുപോയി ചേർത്തേക്കണേ. കാരണം എന്താ പറയാ പല രീതിയിലും കുട്ടികളും എന്താ പറയാ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതും അതുപോലെ എന്താ പറയാ എപ്പോഴും ഇവരിങ്ങനെ 4 വർഷം കൂടി പഠിക്കുന്നു. 10, 22, 23 വയസ്സ് വരെ ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നു. എന്തിനും ഏതിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവർക്ക് എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് താമസം വരുന്നു. അതായത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ, ആൺകുട്ടികൾ താമസം വരുന്നു. അച്ഛനമ്മയുടെ ഒക്കെ ലാളനയില്. പെൺകുട്ടികൾ പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അഡ്വാൻസ്ഡ് ആണ്. their own thinking. അവർക്ക് തന്നെ ഇങ്ങനെയാവണം അങ്ങനെയാവണം നമുക്ക് തിങ്കിങ് ഉണ്ട്. പക്ഷെ ആൺകുട്ടികൾ അത്രയിലേക്ക് അങ്ങ് വരുന്നില്ല. അവർ ആ ഒരു ലാളന ഇങ്ങനെ എപ്പോഴും പറ്റിപ്പിടിച്ചൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത്തരം ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സുകൾ എടുത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ജോലികൾ കിട്ടാം അല്ലെ. നമ്മളുടെ എമൗണ്ട്, നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെ വലുതാവണം നിർബന്ധമില്ല. ചെറുതാണെങ്കിലും നമ്മള് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ചെറിയ ഇൻകമിനാണെങ്കിലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റണം. എന്റെ ഒരു എന്താ പറയാ പോളിസി അതാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്നിട്ടാ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുക. ചെറുതിൽ നിന്ന് തുടങ്ങണം. ബേസ് എപ്പോഴും ചെറുതാണ്. ഏറ്റവും താഴത്ത് നമ്മൾ തുടങ്ങി നമ്മുടെ മുകളിലേക്ക് ഉയർച്ച. അത് നമ്മളുടെ കഴിവ്. അത് നമ്മളുടെ എന്താ പറയാ നമ്മൾ പിന്നീട് നമ്മൾ നേടിയെടുക്കണം. നിന്നുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് കുറച്ച് നിൽക്കാൻ പറ്റേ. അപ്പുറത്തേക്ക് ചാടുക, അപ്പുറത്ത് ചാടുക, പെട്ടെന്ന് ചാടി കളിക്കരുത്. ഒരു സ്ഥലത്ത് നമ്മള് അവിടെ കൺവീനിയന്റ് ആകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, നിൽക്കുക. അതിന് ശേഷം നമ്മള് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഡിമാൻഡ് അവർ സാലറി. അത് മറ്റൊരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ സാലറിയിലാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി ഇപ്പൊ എനിക്ക് എന്തും മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നല് നമ്മളിലേക്ക് നമ്മൾ വളർത്തി ഡെവലപ്പ് ചെയ്തെടുത്താൽ വി ക്യാൻ ഡിമാൻഡ് അവർ സാലറി. എനിക്ക് എന്റെ സാലറി ഡിമാൻഡ് ചെയ്യാം. എനിക്ക് പറ്റില്ല, ഞാൻ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, ഞാൻ ഇങ്ങനെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ ജോലി ചെയ്തെടുത്ത് എന്താണ് അത് നിങ്ങൾ റെഫറൻസ് ചെയ്തോ, ചോദിച്ചോളൂ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെ പിന്നീട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട, ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളാണ് മനുഷ്യർക്ക്. ഇഷ്ടം പോലെ കഴിവുകളുണ്ട്. പക്ഷെ ചിലവരൊക്കെ അതൊക്കെ ഇങ്ങനെ മൂടിപ്പൊതച്ച് വെക്കും അല്ലെ. പേടിയോ, ചില ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയും അല്ലെ. അതൊന്നും അല്ല. പക്ഷെ അതൊക്കെ എടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. ഓക്കെ, അപ്പൊ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് ആണെന്നുള്ളതും മാത്രമല്ല ഇതിന് +2 ക്വാളിഫിക്കേഷൻ മതി എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മനസ്സിലായോ? ഇനി ഈ പറയുന്ന എന്താ പറയാ നമ്മളുടെ
പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഏത് ലെവൽ ഇത് വേണമെങ്കിലും എടുക്കാം അല്ലെ, ഏത് ബാക്ക്ഗ്രൗണ്ട് ആകാം, കൊമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആകാം. സയൻസ് മാത്രം എടുത്തവരാണോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന 65 സ്റ്റുഡൻസ് ഉണ്ട്. ഇത്രയും എല്ലാവരും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണോ? ആണോ അല്ലയോ? അല്ലാത്തവരാരെങ്കിലും ഒന്ന് പറയാമോ? ഹാൻഡ് റൈസ് ചെയ്യാമോ? എല്ലാവരും അല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം കൊമേഴ്സ് എടുത്തവരും അതുപോലെ ഹ്യൂമാനിറ്റീസ് എടുത്തവരും എല്ലാവർക്കും പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനകത്ത് ജോലിക്കായിട്ട് എന്തിനു വേണ്ടെങ്കിലും എന്തിനു വേണ്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അയ്യോ ഞാൻ സയൻസ് അല്ലല്ലോ എടുത്തേക്കണേ, അപ്പൊ നമുക്ക് പേടിയോ അത് നമുക്കൊന്നും കിട്ടില്ല. കാരണം ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമായിരുന്നു പണ്ട്. പക്ഷെ ഇന്നതല്ല. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കോഴ്സുകൾ ഏത് ആളുകൾക്കും വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇന്ന് ഇത്തരം പ്രൊഫഷണൽസിന്റെ ആബ്സെൻസ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചു തന്നെ നേടിയെടുക്കേണ്ടതാണ്. അല്ലാണ്ട് നമ്മൾ ആരുടെയെങ്കിലും കൂടെ ജോലി ചെയ്ത് മാത്രമല്ല, പഠിച്ച് നേടിയെടുത്തതിനോടൊപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് കൂടി ചെയ്യണം. ഓക്കെ, അത് തന്നെ. അപ്പൊ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഈ ഒരു കോഴ്സിന്റെ. ഓക്കെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആർക്ക് വേണമെങ്കിലും എടുക്കാം. +2 ലെവലാണ് ഇതിന്റെ എന്തിന് ഡിപ്ലോമയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് PG ചേർന്നവരും ഉണ്ടാവും കേട്ടോ. രണ്ടു കൂട്ടർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. PG പ്ലസ് ഇപ്പൊ ഡിപ്ലോമ മാത്രമല്ല PGക്ക് കൂടി വേണ്ടിയിട്ട് BA എടുത്തവരും ഉണ്ട്. BA കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പൊ PGയും ജോയിൻ ചെയ്തവരുണ്ട് നമ്മളുടെ ഈ ഒരു ഇൻട്രോ സെക്ഷനിൽ ഇപ്പൊ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങളുടെ ഡിപ്ലോമ ക്ലാസ്സുകൾ കഴിഞ്ഞ് അതിന്റെ എക്സാംസും കഴിഞ്ഞിട്ട് അതിന്റെ എന്താ പറയാ തൊട്ട് പിന്നാലെ നമ്മൾ PG കണ്ടിന്യൂ ചെയ്യും. ചിലര് ഡിപ്ലോമയ്ക്ക് മാത്രം വേണ്ടി ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. അത് ഞാൻ പറയാണ് ആദ്യമേ തന്നെ. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ട്, അയ്യോ ഞങ്ങൾ PG എടുക്കുന്നവരാണല്ലോ, ടീച്ചർ എന്തായി ഡിപ്ലോമയുടെ മാത്രം കാര്യം പറയണമെന്നല്ല കേട്ടോ. രണ്ടു കൂട്ടർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാ. ചിലര് 6 മന്ത്സിന്റെ ഡിപ്ലോമ മാത്രം കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകുക. നോക്കട്ടെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, എന്നിട്ട് ഞങ്ങൾ PG എടുക്കണോ വേണ്ടേന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലര് ഓൾറെഡി ഇപ്പൊ തന്നെ 6+4 10 മന്ത്സിന്റെ കോഴ്സ് ആയിരിക്കും, അതായത് PGയും കൂടി ഉൾപ്പെട്ടായിരിക്കും കയറിയിട്ടുണ്ടാകുക. ഈ 6 മന്ത്സ് കോഴ്സ് എടുത്തവർക്ക് അയ്യോ ഇനി ഞങ്ങൾക്ക് ഇതിനകത്ത് കൂടി PG ചെയ്യാൻ പറ്റും, മതി, പിന്നീട് നിങ്ങൾ അറിയിച്ചാൽ മതി. നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്മുടെ PROസിനെ അറിയിച്ചാൽ മതി. ഞങ്ങൾക്ക് PGയും കൂടി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അത് പിന്നീട് സൗകര്യം പോലെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇപ്പൊ രണ്ടു കൂട്ടർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അപ്പൊ നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാ? Hospital administrators are the professional groups who controls each and every department of a hospital, such as finance department, human resource department, laws and orders, financial aspects, everything. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ അവിടുത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആൻഡ് ഹൗ ഇറ്റ് ഈസ് എക്സ്പെൻഡഡ്, അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, കിട്ടുന്ന കാശൊക്കെ അവിടുത്തെ മരുന്ന് വാങ്ങിക്കാൻ, അവിടുത്തെ മെഷീനറീസ് വാങ്ങിക്കാൻ, മറ്റ് സപ്ലൈസ് ഒക്കെ വാങ്ങിക്കാൻ, കൂടാതെ സ്റ്റാഫ്സിന് സാലറി കൊടുക്കാൻ, ഇതെല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കാശ് വെച്ച് ഉണ്ടാക്കണം. അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്യണം. അതിന്റെ അടുത്തൊക്കെ നമ്മളുടെ ഒരു ശ്രദ്ധ, അവിടെയൊക്കെ പ്രോപ്പർ ആയിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ അവർ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ എന്ന് അവർ കൺഫേം ചെയ്യണം. അതുപോലെ അവിടുത്തെ ലോസ് ആൻഡ് ഓർഡേഴ്സ്, ഹോസ്പിറ്റൽ ഹാസ് ഡിഫറെന്റ് പോളിസീസ്, ലോസ്, പ്രൊസീജിയേഴ്സ്, എവറിത്തിങ്, ഇതെല്ലാം പ്രോപ്പറായി നടക്കുന്നുണ്ടോ, അവിടുത്തെ നിയമങ്ങളൊക്കെ കൃത്യമായി ആളുകൾ പാലിക്കുന്നുണ്ടോ, സ്റ്റാഫ് കൃത്യമായി ലോസ് ആൻഡ് ഓർഡേഴ്സ് എന്താ പറയാ പാലിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മീൻസ് ദ എംപ്ലോയീസ്, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, അവിടുത്തെ ജോലിക്കാരൊക്കെ എങ്ങനെ ജോലി ചെയ്യുന്നു, അവരെ പേഷ്യൻസിനോട് വളരെ റൂഡ് ആൻഡ് റഫ് ആയിട്ടാണോ പെരുമാറുന്നത്, അവർക്ക് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സ്റ്റാഫുകളുടെ സാലറി സംബന്ധമായ കാര്യങ്ങൾ, എവറിത്തിങ്, ഇതെല്ലാം അതൊക്കെ സ്മൂത്തായി നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഹോസ്പിറ്റൽസിനകത്ത് എന്തൊക്കെ മുക്കുമൂലയുണ്ടോ എല്ലാ കാര്യങ്ങളും കൃത്യമായി മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട പ്രൊഫഷണൽസ് ആണ്, നമ്മുടെ ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആണ് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആഫ്റ്റർ 6 months you also will be called as hospital administrator, right? അല്ലെ? നിങ്ങളും അങ്ങനെ തന്നെ വിളിക്കപ്പെടണ്ടേ? ഞാൻ മാത്രം ഇങ്ങനെ വായി തളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അവിടെ മിണ്ടാതിരുത്തി റേഡിയോ പോലെ എന്തൊക്കെയോ പറയണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. പക്ഷെ നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ തീർക്കണ്ടേ, അതുകൊണ്ടാണേ. നമുക്ക് എന്ത് വെച്ച് ചില ആളുകൾ സംശയം പ്രകടിപ്പിക്കണ്ടല്ലോ, സംശയമല്ലേ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഇമോജി പോണ്ടല്ലോ ഇടയിൽ കൂടി. What happens? Something wrong?
എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നതിലോ എന്തെങ്കിലും? എനിത്തിങ്? 1-2 ഇമോജി അങ്ങനെ പോയതുപോലെ ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടു. അത് അങ്ങനെ തന്നെയല്ലേ, എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ ഇമോജി ഒന്നും നോക്കാൻ അധികം നേരമൊന്നും കിട്ടാറില്ല. ഓക്കെ, വെറുതെ കാണിച്ചതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മള് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താകണം? പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് മാറണമെങ്കിൽ ഈ ഹോസ്പിറ്റൽസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ സിലബസിൽ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, അതിനെ കുറിച്ച് ഞാൻ പറയാം. എല്ലാം കൃത്യമായിട്ട് ടീച്ചേഴ്സ് എടുത്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് പറയാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി കേപ്പബിൾ ടു മാനേജ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ. ഹോസ്പിറ്റലിന്റെ എല്ലാ മുക്കുമൂലയും മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് 6 മാസത്തെ ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അതിനുള്ള കേപ്പബിലിറ്റീസ് നേടുകയും. ഇനി നമ്മളുടെ എന്താ പറയാ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു +2 ലെവൽ തന്നെയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. പിന്നെ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, wherever you may get such a job. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി ഹോസ്പിറ്റൽസിൽ മാത്രമാണോ? അല്ല അല്ല എന്ന് നമുക്ക് പറയാം. ഇൻസൈഡ് അവർ കൺട്രി ആൻഡ് ഓൾസോ ഔട്ട്സൈഡ് ഇതിന് വളരെ ഹോപ്പുള്ള ഒരു എന്താ പറയാ ഒരു കോഴ്സാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ദാറ്റ് മീൻസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ. ഓക്കെ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, ഓർക്കണേ, medical health facilities, international healthcare organizations, rehabilitation centers, and also private nursing homes. ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാതിൽ ഓപ്പൺ ആണ്. ഏതിന്റെ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് നമ്മളുടെ അടുത്തുള്ള ഒരു ആശുപത്രി അവിടെ ഉണ്ട്. ഈ ആശുപത്രി കണ്ടിട്ടാ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ജോയിൻ ചെയ്തേക്കണേ. അവിടെ ചെന്നു അവരോട് ചോദിച്ചു, ഇവിടെ അവൾക്ക് ഇവിടെ തൽക്കാലം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് മുക്കില് ഒതുങ്ങി കൂടിയിരിക്കരുത്. നമുക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വാതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു വാതിലല്ലേ ഇടയുള്ളൂ, ഒരുപാട് വാതിലുകൾ നമുക്ക് വേണ്ടി ഇനിയും മുട്ടാനുണ്ട്. മുട്ടുവിൽ എന്തെങ്കിലും തുറക്കപ്പെടും എന്നാണല്ലേ. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കോൺഫിഡൻസും കൂടി നമ്മൾ ആർജിച്ചെടുക്കുക. പഠിക്കുന്ന കോഴ്സ്, എന്ത് കോഴ്സ് പഠിച്ചാലും ആ ഒരു കോൺഫിഡൻസ്, ഐ ടു ഗെറ്റ് ദാറ്റ് ജോബ്. എന്ത് കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്, അതിനെ ഈ ജോലി ഞാൻ മേടിച്ച് തീരുള്ളൂ എന്ന്. അത് എവിടെയാണെങ്കിലും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ഈ പറയുന്ന സ്ഥലത്തെല്ലാം നമുക്ക് എന്തുണ്ട്? സാധ്യതകൾ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് നമ്മളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇതിന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന ഒരു എന്താ പറയാ ബിഗിനിങ്ങിൽ ഓഫർ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 10,000 to 20,000 ആണ്. 10,000 to 20,000 ഇടയിലുള്ള റേഞ്ചിലാണ്. ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഓഫർ ചെയ്യുന്നത് 30,000 to 40,000 ആണ്. 30,000 to 40,000 ആ ഒരു ബിറ്റ്വീനിലുള്ള സാലറി പാക്കേജ് ആണ് അവര് ഓഫർ ചെയ്യുന്നത്. അപ്പൊ രണ്ടിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയാണ്, ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ പ്ലസ് എക്സ്പീരിയൻസും കൂടുതൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മുടെ സാലറിയും മാറും. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റസ് മാറും, നമ്മുടെ സാലറി ഇൻക്രീസ്ഡ് ആകും. സോ അതിന് വി ഹാവ് ടു ട്രൈ അവർ ബെസ്റ്റ്. നമ്മൾ അതിനെ സ്വന്തമായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം, പരിശ്രമിക്കുക. അപ്പൊ ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള കോഴ്സാണ്. നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു അക്കാഡമിക് സമയം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എക്സാംസ്, അതുപോലെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് അവർ കിട്ടുന്ന കുറെ സജഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഡെവലപ്ഡ് ആകാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദിസ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഏറ്റവും നിങ്ങളുടെ ഒരു ഗുഡ് ഒരു ചോയ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ഗുഡ് എന്താ പറയുക, ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ്. ആൻഡ് യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു ചെറിയ കോഴ്സ് പഠിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ പോലെയുള്ള ഒരിക്കലും ഇനി താഴേക്ക് പോകാൻ സാധ്യതയില്ലാത്ത ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. മനസ്സിലായോ? പണ്ട് എന്താ പറയാ, പണ്ടൊക്കെ ഈ പറയുന്ന കോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത്തരം കോഴ്സുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ, +2 സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി നഴ്സിംഗിന് ചേരാം, നന്നായി പഠിച്ചാലും മാർക്ക് ഉണ്ടെങ്കിൽ അത് സയൻസ് കിട്ടുള്ളൂ കേട്ടോ കൊച്ചെ, സയൻസ് കിട്ടിയാൽ എന്താ പറയാ നഴ്സിംഗിന് പോകാൻ പറ്റുള്ളൂ കേട്ടാ. ഇതാണ് അച്ഛനമ്മമാര് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, they can choose.
കാരണം അവരുടെ മുമ്പിൽ ഒരുപാട് മീഡിയാസും അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് നോക്കി മനസ്സിലാക്കി കണ്ട് എടുക്കാൻ ഇന്ന് കുട്ടികൾക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളും ആ ഒരു കാര്യം മേക്ക് യൂസ് ചെയ്തു, അതായത് ഉപയോഗിച്ചു. ആ കുട്ടികളെ പോലെ തന്നെ നിങ്ങൾക്കും തെരഞ്ഞെടുപ്പുകൾ ഒരിക്കലും മോശമല്ല. തീർച്ചയായിട്ടും നമ്മളുടെ മാക്സിമം എഫേർട്ട് കൂടി നമ്മൾ എടുക്കുക. നമ്മൾ എടുത്തു വെച്ച കാലം പിറകോട്ട് ആര് നമ്മളെ നെഗറ്റീവ് അടിച്ചാലും പിറകോട്ട് പോകണ്ട. ബി പോസിറ്റീവ് എന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരൊക്കെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ, പറ്റുമോ ഇത് അവസാനിപ്പിക്കോ, അവിടെ പോയി മറ്റേ കോഴ്സ് പഠിച്ചു അത് പകുതി കിട്ടും എന്നൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒത്തിരി ആളുകളുണ്ടായിരിക്കും. നെവർ മൈൻഡ്, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പഠിക്കാൻ നമ്മൾ തുനിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ത്, ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഹാവ് വൺ ഇറ്റ് അല്ലെ, ഞാൻ അത് നേടി, ഞാൻ അതെ നീ അത് നേടിയല്ലേ എന്ന് പറയാൻ നമ്മൾക്ക് നമ്മളെ നോക്കി അവർ പറയാൻ പറ്റണം. ആ രീതിയിൽ നമ്മളും ആവണം. ഓക്കെ, അപ്പൊ ഒരിക്കലും എന്ത് കോഴ്സ് പഠിച്ചാലും അതിനതിൻ്റെതായ, ഇപ്പൊ നമുക്കറിയാം ആളുകൾ പല കാര്യങ്ങളും കോഴ്സുകൾ, ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇത്രയും പ്രായമായിട്ട് ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ചിലർ അങ്ങനെ ചോദിക്കും അല്ലെ. ഉണ്ട്, പഠിക്കുന്നതിന് എന്താ കുഴപ്പം? പഠിക്കുന്നത് ഒരാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നതാണ്. ഞാൻ കൂടുതൽ അറിവുകൾ പല മേഖലകളെ കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഐ ഹാവ് ടു സ്റ്റഡി ഇറ്റ്. എനിക്ക് പഠിക്കുക വേണം. അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക വേണ്ടേ അല്ലെ? ആ പഠിക്കണം. അത് തന്നെയാണ് നമ്മളുടെ പഠനം എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ അസറ്റ് ഫോർ അവർ ഹോൾ ലൈഫ്. നമ്മളുടെ മരണം വരെ നമുക്ക് കൂടെയുള്ള നമ്മുടെ ഒരു അസറ്റ്, ഒരു ആസ്തി എന്ന് പറയും. നമ്മളുടെ ഇന്ന് ആർക്കും പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനോ നമ്മളിൽ നിന്ന് നശിപ്പിച്ചു കളയാനോ പണവും പ്രതാപവും ഒക്കെ പലർക്കും പല രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ പറ്റും അല്ലെ. പക്ഷെ ഒരിക്കലും നമ്മളിൽ നിന്ന് നശിപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം നമ്മൾ നേടിയെടുത്ത അറിവാണ്. തീർച്ചയായിട്ടും അത് ഏത് രീതിയിലുള്ള അറിവായിക്കോട്ടെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോൾ ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. സോ ഇറ്റ്സ് ആൻ ഇൻഫോർമേഷൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് ആൻ, അതെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അസറ്റ്. അത് ഒരിക്കലും നമ്മളിന്ന് അറിവ് എടുത്തു പോകാൻ പറ്റില്ല. അത് ഏത് കാര്യം പഠിച്ചാലും ഓക്കെ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുവേണ്ടിയും അപ്പൊ നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു ഇൻകം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്കൊന്ന് സെറ്റ് ആക്കണം, അതിനുവേണ്ടിയും അല്ലെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഐ ഹാവ് ടു ഏൺ എ നെയിം ഓർ എനിക്കൊരു റെപ്യൂട്ടേഷൻ സമൂഹത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നതും അവരുണ്ട്. അതിനു വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. എന്തൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ആളുകൾക്കുണ്ട്. ഇതിനെല്ലാം ഒരു സൊല്യൂഷനാണ് നമ്മൾ എടുത്തു വെച്ച കാലം മുന്നോട്ടേക്ക് തന്നെ ഒരടി പുറകോട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തപ്പോ നിങ്ങളുടെ ഒരു ചോയ്സ് നന്നായി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഏത് രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികൾ, നിങ്ങളിപ്പോ നമ്മളുടെ സ്മാർട്ട് ശ്രീയിലെ 24th ബാച്ച് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 24th ബാച്ച്. ഓരോ ബാച്ചിലും about 500 to 800 or 1000 സ്റ്റുഡൻസ് ആ റേഞ്ചിലാണ് നമുക്കുള്ളത്. അപ്പൊ അത്രയും ബാച്ചുകൾ മുന്നിലും പോയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ബാച്ച് അല്ല, 24th ബാച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രണ്ടില് ഇപ്പൊ എന്താ പറയാ ഒരു 15th ബാച്ചിന്റെ വരെയുള്ള കോൺവെക്കേഷൻസ് നമ്മളിവിടെ നടത്തി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ബാച്ചസിന്റെ ഉണ്ട്, റണ്ണിങ് ആയിട്ട് ഇരിക്കുന്നു. പരീക്ഷകളും അതുപോലെ ക്ലാസ്സസുമായിട്ടൊക്കെ നമ്മളിവിടെ പോവുകയാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ആ കോഴ്സ് നിങ്ങൾക്ക് നമ്മുടെ സ്മാർട്ട് സിറ്റിയോടൊപ്പമുള്ള ഒരു ജേർണിയാണ്. ഇനി ഒരു ഷോർട്ട് പീരീഡില് ആ ഒരു ജേർണിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കും ആവശ്യമുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കൺവേ. നിങ്ങൾക്ക് ഉള്ള സജഷൻസ് നമ്മൾ എന്താ പറയാ കണക്കിലെടുക്കും തീർച്ചയായിട്ടും. അപ്പോ അതനുസരിച്ചിട്ട് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. നിങ്ങൾക്ക് ഉള്ളത് 4 മൊഡ്യൂൾസ് ആണ് കേട്ടോ. 4 മൊഡ്യൂൾസ്. ഈച്ച് മൊഡ്യൂൾ കണ്ടെയ്ൻ ഫസ്റ്റ് മൊഡ്യൂളില് ഒരു 13 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് മൊഡ്യൂളില് 15 ചാപ്റ്റേഴ്സ്, then again third module 13 chapters, and the last module 11 chapters, and altogether it is 52 chapters കേട്ടോ. 52 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഈ പറയുന്ന രീതിയിലാണ് 4 മൊഡ്യൂൾസ് ഉള്ളത്. ഈ 4 മൊഡ്യൂൾസിലും ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ, ഹോസ്പിറ്റൽസിന്റെ ആ ഇൻട്രൊഡക്ഷൻ, അതായത് ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഒരു എന്താ പറയുക ഹിസ്റ്ററി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചേർത്തിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാം കൂടി നമ്മൾ ഒറ്റ ദിവസം ഒന്നുമല്ല പഠിക്കുന്നത്. ഓരോ മൊഡ്യൂൾസ് അനുസരിച്ചിട്ട് ടീച്ചേഴ്സിന് അലോട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അവര് ക്ലാസ്സസ് എടുക്കുക. അപ്പൊ ചിലപ്പോ ആദ്യത്തെ ദിവസം ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നു, ഫസ്റ്റ് ചാപ്റ്റർ ടീച്ചർ എടുത്തു ഫസ്റ്റ് മൊഡ്യൂളിലെ, അടുത്ത ടീച്ചർ
നെക്സ്റ്റ് അവറിൽ, ദാറ്റ് മീൻസ് എല്ലാ ദിവസവും നമുക്ക് 2 മണിക്കൂർ ഇതാണ് ക്ലാസ്. 2 ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരും. ഓക്കെ, ഫസ്റ്റ് അവറും സെക്കൻഡ് അവറും. ആൻഡ് ഈ 2 പിജിയില് ആകെ 3 മൊഡ്യൂൾസ് ആണ്. പിജിയിൽ 3 മൊഡ്യൂൾസ്, ഓരോ മൊഡ്യൂളിലും 8 ചാപ്റ്റേഴ്സ് വെച്ച് കേട്ടോ. ഓരോ മൊഡ്യൂളിലും 8 ചാപ്റ്റേഴ്സ്, 8 into 3 24 ആണ് കേട്ടോ. 24 ചാപ്റ്റർ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ 52 24 76. ഓക്കെ, 76 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എല്ലാം കൂടി കഴിഞ്ഞിട്ടല്ല കേട്ടോ, ഡിപ്ലോമ കഴിഞ്ഞിട്ട് അതിന്റെ പരീക്ഷകൾ കഴിഞ്ഞിട്ട് PG സ്റ്റാർട്ട് ചെയ്യുള്ളൂ, PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ആലോചിക്കാം. ഒബ്വിയസ്ലി അങ്ങനെ തന്നെയല്ലേ, എല്ലാവർക്കും ഡിപ്ലോമ ഡിഗ്രി കഴിയാണ്ട് PGയിലേക്ക് ആരും കയറി പോകില്ലല്ലോ അല്ലെ. പരീക്ഷ എഴുതി പാസ്സായിട്ടല്ലേ കയറി പോകുള്ളൂ. അതങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും. അപ്പോ അതാണ് നിങ്ങളുടെ ക്ലാസ്സസ്. ഇങ്ങനെ ടീച്ചേഴ്സ് വന്ന് ചിലപ്പോ ആദ്യത്തെ ടീച്ചർ ഒരു ചാപ്റ്റർ എടുത്തു, അത് ടീച്ചർ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. നെക്സ്റ്റ് അവർ, തൊട്ടടുത്ത അവർ അടുത്ത ടീച്ചർ വരുന്നു, ടീച്ചർ കൊടുത്തിരിക്കുന്ന ചാപ്റ്റർ ആയിരിക്കും എടുക്കുക. ഈ 1ാമത്തെ ചാപ്റ്റർ എടുത്ത് തീർന്നില്ലല്ലോ, അടുത്ത അവറിൽ ടീച്ചർ വന്നിട്ട് 2ാമത്തെ ചാപ്റ്റർ എടുത്തല്ലോ. അങ്ങനെയാണല്ലോ അല്ലെങ്കിലും അല്ലെ. ചില ആളുകൾക്ക് അങ്ങനത്തെ ഡൗട്ട്സുകൾ വരാറുണ്ട്, ഈ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട്, എൻക്വയറീസ്. അതെന്താ അങ്ങനെ? അടുത്ത ടീച്ചർ പിറ്റേ ദിവസം വേറെ ടീച്ചേഴ്സ് ആണ് വരുന്നത്, ആ ടീച്ചർമാർ അവരുടെ വേറെ ചാപ്റ്റർ. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എടുക്കാൻ വരുന്ന ടീച്ചർ ഇംഗ്ലീഷ് എടുത്തിട്ടാ ക്ലാസ് ചെയ്ത് പോകുന്നത്. അവിടെ ടീച്ചർ മാത്സ് പഠിപ്പിക്കില്ലല്ലോ, മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ അടുത്ത പീരീഡിൽ കയറി വരും. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ പഠിച്ചു വന്നേക്കണേ. ഞങ്ങളുടെ ഇവിടെ ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ആണോ? അതെ, യെസ്. അപ്പൊ അതൊക്കെ തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത്രയും മാത്രം ഓർക്കുക. ഞാനിപ്പോ പറഞ്ഞില്ലേ, ആദ്യത്തെ മൊഡ്യൂളിൽ 13, സെക്കൻഡ് മൊഡ്യൂളിൽ 15, പിന്നെ 13, പിന്നെ 11. ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് മാത്രം ഒന്ന് കൺഫേം ചെയ്യാം. മനുഷ്യരാണേ, ചിലപ്പോ ഏതെങ്കിലും ടീച്ചർ ഇപ്പോ വല്ല ചാപ്റ്ററും വിട്ടുപോയി. അപ്പൊ നിങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ സാധനം ഒന്ന് ചോദിക്കും. ഇവിടെ എല്ലാ മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും തീർന്നോ, അത് തീർന്നോ, ഇത് തീർന്നോ? ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കും. കാരണം നിങ്ങൾ മറന്നുപോയാലും ഞാൻ ഓർക്കും. എന്നിട്ട് ഞാൻ പറയും, ഏതെങ്കിലും വിട്ടുപോയോ എന്ന് ശ്രദ്ധിക്കണേ. എടുത്ത ടീച്ചർമാര് അത് പോർഷൻസ് എടുത്ത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് പോർഷൻസ് തീർക്കണം. എക്സാംസ് അതിന്റെ വഴിക്ക് ഒക്കെ വരും. ഓക്കെ, അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഡൗട്ട്സ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് വൺസ് അഗെയിൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, നല്ലൊരു കോഴ്സ് നിങ്ങൾ എടുത്തതിനും നമ്മുടെ സ്മാർട്ട് സ്റ്റുഡിയോടൊപ്പം ഞങ്ങളുടെ ഒപ്പമുള്ള യാത്രയിൽ നിങ്ങൾ വന്നു ചേർന്നതിനും ഒക്കെ എല്ലാവരോടും വളരെയധികം താങ്ക്സും ഉണ്ട്. സോ ബി വിത്ത് us and support us. If you have any suggestions, also don't forget to convey us. Okay, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ മറക്കണ്ട. will be with you always. Okay, നമ്മൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട്, കുട്ടികളുടെ സപ്പോർട്ട് തന്നെയാണ് ഈ സ്മാർട്ട് സ്ത്രീയുടെ വളർച്ചയ്ക്കും കാരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചാല് നന്നായിരിക്കും. മനുഷ്യന്മാരാണ്, എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആണോ? എല്ലാവരും പെർഫെക്റ്റ് ആണോ? അല്ല. ഈ പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നോളജും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു വ്യക്തിയെ നമുക്ക് മിസ്റ്റർ പെർഫെക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ആളുകൾക്ക് ഉണ്ടാകും. സോ നിങ്ങളുടെ സജഷൻസ് അത് നമ്മളെ അറിയിച്ചാൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. എക്സാംസ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾസിലെ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ല, അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ. ആ പർട്ടിക്കുലർ ടൈമിന് ബിറ്റ്വീൻ നമ്മളത് തീർക്കും. ആ സമയത്ത് ഒരു എക്സാം ഉണ്ട്, മോഡൽ എക്സാം ആണ്. അതിനുശേഷം 3rd and 4th മൊഡ്യൂൾസ് കഴിയുമ്പോഴും ഒരു എക്സാം ഉണ്ട്, അതും മോഡൽ തന്നെയാണ്. അതിനുശേഷമാണ് ലാസ്റ്റ് നിങ്ങൾക്ക് ഫൈനൽ എക്സാം ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അതുകൂടി ഓർത്തിരിക്കുക. I think your doubts are almost cleared. അല്ലെ? എന്തെങ്കിലും നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇതിന്റെ ബാക്കി ഭാഗം സർ ആയിരിക്കും തരിക. അന്നേരം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ സാറിനോട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, നമ്മളിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്തുകൊണ്ട്, എന്തിനു വേണ്ടി എന്നുള്ള കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ പഠിക്കാനുള്ള പോർഷൻസിനെ കുറിച്ച്. ഓക്കെ, ആൻഡ് മറ്റു കാര്യങ്ങളൊക്കെ സർ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണോ? നിങ്ങൾ ഹാപ്പി ആണോ? തെറ്റായ സ്ഥലത്ത് എത്തിപ്പോയി എന്ന് തോന്നലിപ്പുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ, അതാണ് നമ്മൾക്ക് വേണ്ടത്. സോ ഹാപ്പി ടു സീ യു ഓൾ. ആൻഡ് ഓൾസോ നമുക്കിനി ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, ഒരു അവറൊക്കെ എനിക്കുള്ളൂ തോന്നുന്നു. ആദ്യം ഒരു അവർ മാത്രമേ റൗണ്ട് അടിച്ച് എല്ലാ ക്ലാസ്സുകളിലൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു അവർ എനിക്ക് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ കാണും. അന്നേരം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് എല്ലാ ടീച്ചേഴ്സിനോടും വരുന്നവരോടും പോകുന്നവരോടൊക്കെ ആ കാര്യം എന്താണ്, ഈ കാര്യം എന്താണ്,
എടുക്കുന്ന പോർഷൻസിനെ കുറിച്ച് ഡൗട്ട്സ് അവരോട് തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ എന്നെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചാൽ മതി, അറിയിച്ചാൽ മതി, ഓർമ്മിപ്പിച്ചാൽ മതി. അതിന് സൊല്യൂഷൻ ഞാൻ ആയിരിക്കും തരാം. ഓക്കെ, ആൻഡ് ഇന്ന് ക്ലാസ് ഇല്ല. നമ്മുടെ ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഐ തിങ്ക് ആഫ്റ്റർ ദ ഇലക്ഷൻ 9th കഴിഞ്ഞിട്ടാണ്. ഇൻഫോർമേഷൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടു തരുന്നതായിരിക്കും. ഓക്കെ, ഇലക്ഷൻ ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് ക്ലാസ്സുകൾ തുടങ്ങാമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോ അത് എപ്പോഴാണ് എന്നാണെന്ന് കൃത്യമായ ഇൻഫോർമേഷൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടുതരും. അതുപോലെ ടൈം ടേബിളും എല്ലാം നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നത് അത് ത്രൂ ആണ് കേട്ടോ, ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ്. ഓക്കെ ഓക്കെ, വൺസ് അഗെയിൻ എന്റെ പേര് ഇവിടെ ഇടയിൽ ആരോ ചോദിച്ചു, ഒന്നുകൂടി പറയാം. പേര് മറന്നുപോയാ? കേറിയപ്പോ എനിക്ക് തോന്നുന്നത് ഉണ്ടായിണ്ടാവില്ല അല്ലെ? അതെ, നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോ ആകെ 29 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നോട്ട് ചെയ്തിരുന്നു. 10:30 നമ്മുടെ ക്ലാസ്. 10:30 ഞാൻ തുടങ്ങിയില്ല, ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ കുട്ടികളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാതിരുന്നതാണ്, വീഡിയോ ക്യാമറ ഓൺ ആക്കാതിരുന്നതാണ്. പേര് നിഷ. ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യണം. അതും ഇൻഫോർമേഷൻസ് വാട്സപ്പിൽ തരും തോന്നുന്നു. അങ്ങനെ തന്നോ? ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? എനിപ്പടി ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഉണ്ടോ? ഇല്ല. അപ്പൊ അതും ഇൻഫോർമേഷൻ തരും കേട്ടോ, നിങ്ങളോട് പറയും അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നിന്ന് തരുന്നതായിരിക്കും. അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? നമുക്കിനി വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അത് ചെയ്തു വെക്കാം. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വരും. ഓക്കെ, so see you. Thank you so much. Thank you for giving me 1 hour. Okay, okay ആണല്ലോ എല്ലാവരും? ഹാപ്പി ആയിരിക്കും. Thank you. Okay, bye. Okay, bye bye. Bye.